റോസാപ്പൂ സോപ്പ് എങ്ങനെ നിർമ്മിക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി സോപ്പ് ബേസ് എടുത്ത് 2 സ്പൂൺ റോസാ പൊടിച്ചത് ഉണക്കി പൊടിച്ചതാണ്. പിന്നെ കറ്റാർ വാഴ 1 സ്പൂണ്, വേപ്പിൻ്റെ ഓയിൽ 1 കരണ്ടി, വിസ്ലിംഗ് 1 കരണ്ടി, റോസ് വാട്ടർ 1 കരണ്ടി, പിന്നെ റോസാപ്പൂ ആണ്. നമ്മൾ ഒരു പാത്രത്തിലാക്കി നമ്മൾ സൈഡ് വെച്ചിരിക്കുന്നത് ഫ്ലേവറിങ്സിൻ്റെ ഓയിലും കൂടെ ചേർത്ത് മിക്സാക്കിയതിൻ്റെ കൂട്ടാണ്. മിക്സാക്കി വച്ചിരിക്കുന്നതാണത്. നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. പിന്നെ സോപ്പ് നമുക്ക് മിക്സാക്കി എടുക്കാം. റോസാപ്പൂ പൊടിച്ചത് നമുക്ക് ആഡ് ചെയ്യാം. കറ്റാർ വാഴ ജെല്ല് ആഡ് ചെയ്യാം. ചേർത്ത് മിക്സാക്കിയിട്ട് വരാം. നമ്മളെല്ലാം കൂടെ ചേർത്ത് മിക്സാക്കി എടുത്ത് 10 ഗ്രാം ഉണ്ട്. ഇതാദ്യം ചെയ്ത് വച്ചതിന് ശേഷം വേണം അടുത്തുള്ള പണി നമ്മൾ ചെയ്യുവാനായിട്ട്. ആ 10 മിനിറ്റിനകത്ത് എന്തെങ്കിലും നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക, അടുപ്പ് കത്തിച്ച് വയ്ക്കുക. ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ മീതെ ഒരു പാത്രം വയ്ക്കുക, സോപ്പ് പീസ് കട്ട് ചെയ്തെടുക്കാം. നമുക്കിടാം. കുറേശ്ശായിട്ട് ഇട്ടിട്ട് ഒരുപാടൊന്നും ഇളക്കണ്ട. നമ്മൾ പിന്നെ നോക്കിയിരുന്നാൽ നമ്മൾ 10 ഗ്രാം ഓയിലാണ് നമ്മളിപ്പോൾ മിക്സാക്കിയില്ലേ എല്ലാം ചേർത്ത്, അതാണ് ഇപ്പോൾ ഒഴിച്ച് ഒരുപാടൊന്നും ഇട്ട് ഇളക്കണ്ട. അപ്പം നോക്കിയേ അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ആ വൈറ്റൊക്കെ മാറി റോസയുടെ കളറൊന്നും കിട്ടിയില്ല, ഒരു കാപ്പിപ്പൊടി കളറിലാണ് കിട്ടിയത്. നമുക്കിനി ഇതിൻ്റെ മണം ഒഴിച്ചു കൊടുക്കാം. റോസാപ്പൂവിൻ്റെ മണം ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി നല്ല വൃത്തി മിക്സ് ആവണം. ഒരിക്കലും അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ മണം ഒഴിക്കരുത്. ഒഴിക്കുമ്പോൾ ഇവിടെ നോക്കി ഒഴിക്കണം. ആ സമയത്തിൽ അച്ഛൻ നമുക്ക് എണ്ണ പുരട്ടിയെടുത്ത് വയ്ക്കേണ്ടതാണ്. നമുക്ക് എന്നിട്ട് ഒഴിക്കാം. അല്ലേ, 250 ബേസാണ് എടുത്തത്. അതേ അളവിന് കിട്ടിയിട്ടുണ്ട്. 200 ഒരു കുറച്ചുകൂടി കിട്ടിയിട്ടുണ്ട്. ആ 10 ഗ്രാമും കൂടെ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കൈ വാഷിന് വേണ്ടി കുറച്ച് സോപ്പുകൾ അങ്ങോട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്കിത് ഒഴിവ് കിട്ടുന്നതെല്ലാം കൈ വാഷിന് വേണ്ടി ഞാൻ ചെറിയ സോപ്പുകൾ ഉണ്ടാക്കാറുണ്ട്. ഇത് വെച്ചൊരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പം അതൊന്നും ഇങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ട. ചെറിയ കരണ്ടിയിട്ട് നമുക്ക് ഇളക്കി പയ്യെ ഒന്ന് മീതെ നിന്ന് ഇളക്കിയാൽ മതി, നന്നായിരിക്കും. 10 ഗ്രാം റൈസും കൂടെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. സോപ്പ് പതേ വരുമ്പോൾ
അപ്പോൾ അത് നമുക്ക് പയ്യെ ഒരു സ്പൂൺ വെച്ച് ഇളക്കി മാറ്റി കൊടുക്കാം. മാറ്റി ശേഷം ഈ പതയൊന്നും കളയരുത്. നമുക്ക് സാമ്പിൾ പതയൊന്നും ഉണ്ടായില്ലേ എന്ന് നോക്കണം. അതിനുവേണ്ടി മാറ്റി വെച്ചിരുന്നാൽ മതി. നമുക്ക് പതയാണല്ലോ പ്രധാനം. പതയും അതിൻ്റെ ഗുണങ്ങളും എല്ലാം ഇപ്പോൾ ഈ സോപ്പ് ഉണ്ടാക്കി അതിന് ശേഷം നല്ലൊരു മാറ്റങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 2 സോപ്പിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഒരാൾ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 സോപ്പ് ഞാൻ ഉണ്ടാക്കി വച്ചതിന് ശേഷമാണ് ഒരാൾ കൂടെ പറഞ്ഞത്. അപ്പോൾ അയാൾ സാമ്പിൾ സോപ്പ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴായിരുന്നു 3 പേരും ഒരുമിച്ച് വന്നത്. നമുക്കിനി സോപ്പ് 3 മണിക്കൂറിന് ശേഷമാണ് ഇത് ഇളക്കുന്നത്. നമ്മൾ 3 മണിക്കൂറൊന്നും എടുത്തില്ല. സംഭവം 1 മണിക്കൂറിനകത്ത് തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഉണ്ടല്ലേ, ഇത് സാമ്പിളായിട്ടാണ്. ഇത് കണ്ടിട്ടായിരുന്നു പുള്ളിക്കാരൻ വന്ന് വാങ്ങിച്ചത്. അത് സാമ്പിൾ കൊണ്ട് ഇട്ട് വരാമെന്ന് പറഞ്ഞു. അത് 25 ഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ടല്ലേ, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ സോപ്പ്, റോസാപ്പൂ സോപ്പ്. നമുക്കിത് പാക്കിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് നോക്കി നല്ല ഡിസൈനിലും നല്ല മുള്ളിലും കിട്ടിയിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. ഉൾക്കട്ടിയൊക്കെ ഉണ്ട്. നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നു. ഇതേപോലെ നമ്മൾ വെറുതെ വലിയ എമൗണ്ടൊക്കെ കൊടുത്ത് നമ്മൾ പുറത്തുനിന്ന് കമ്പനി സോപ്പ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഹോം മെയ്ഡ് സോപ്പൊക്കെ വാങ്ങിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇതേപോലെ നിങ്ങളും ചെയ്യുക. അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കൂടിയാണ്. ചെറിയ സാമ്പിൾ സോപ്പൊക്കെ ഉണ്ടാക്കിയില്ലേ, നോക്കി ഉണ്ടല്ലേ, കൈ സോപ്പായിട്ട് വയ്ക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ കഴുകാനൊക്കെ പുറത്ത് പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാം. ഇത് വേണമെങ്കിൽ ജസ്റ്റ്. അപ്പോൾ ഇതൊക്കെ വെച്ചൊരു ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. എന്നാലും നോക്കിയേ, എന്ത് ഹാർട്ട്, നല്ല നല്ല ഹാർട്ട് സൈസ്, നല്ല പൂവും ഇല സൈസൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ളത് ആ മോഡാണ്. ആ മോഡിൻ്റെ അതേ ഡിസൈനാണ്. കഴിഞ്ഞ വീഡിയോയിലും ഞാൻ ഇട്ടിരുന്നു. ഇതേപോലെ തന്നെയായിരുന്നു. അത് തന്നെയാണ് ഈ വീഡിയോയിലും ഇട്ടേക്കുന്നത്. ആ മോഡാണ്. നമുക്ക് പതയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയേ. ഇതല്ലേ, ഇത്ര നന്നായിരിക്കുന്നു. ഉണ്ടല്ലേ, നല്ല പതയുന്നുണ്ട്. സൂപ്പർ സോപ്പ്, റോസാപ്പൂ സോപ്പ്. നമുക്കിനി നോക്കി അതിൻ്റെ ഡിസൈനും അതിൻ്റെ ഭംഗിയും അല്ല, എപ്പോഴും ഒരു മോഡൊക്കെ അത്യാവശ്യമാണ് ഹോം മെയ്ഡിന്. നല്ല ചെറിയ രൂപ കൊടുത്ത് വാങ്ങിച്ചാൽ നമുക്ക് അത്യാവശ്യമുള്ള സോപ്പൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിച്ച് സ്വന്തമായി നമുക്ക് പാക്കിങ് ചെയ്യുന്ന എങ്ങനെയാണ്. തെറ്റിപ്പോകാറുണ്ട്. ഞാൻ പേപ്പറിട്ടാണ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനിതേപോലെ കുറേ വീഡിയോയിൽ കണ്ടാണ് ഞാനിത് പഠിച്ചത്, ഹോം മെയ്ഡ് സോപ്പ് ഉണ്ടാക്കാൻ. ഇനി ഞങ്ങൾ ലൈസൻസിന് വേണ്ടി അടുത്ത ക്ലാസ്സിന് പോകണം. അതിനുവേണ്ടിയുള്ള പ്രൊഫഷനാണ്. 3 ദിവസത്തെ ക്ലാസ് ഉണ്ട് നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഇനിയും നല്ല മികച്ച പ്രവർത്തനമായിട്ട് ഞങ്ങൾ സോപ്പ് വേണ്ട ആവശ്യമുള്ളവർ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
ഷാളിന് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.